السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد وآله وصحبه وسلم. സൂറത്തു നാസിന്റെ ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യും. വെള്ളിയാഴ്ചയിൽ സാന്ദർഭികമായി ഇടപെടാറുണ്ട്. അങ്ങനെ ഇടക്കിടക്ക് വരുമ്പോൾ വെള്ളിയാഴ്ചയുടെ ഒരു മഹത്വം നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ തട്ടും. അതിനു വേണ്ടിയാണ് വെള്ളിയാഴ്ചയുടെ മഹത്വം ഉള്ളിൽ തട്ടുക എന്നുള്ളത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. ഈമാനോടെ മരിക്കാൻ തന്നെ അത് കാരണമാകും എന്ന് ചില മഹാന്മാർ പറയുന്നുണ്ട്. ഇത് വെള്ളിയാഴ്ചയാണ് എന്നുള്ള ബോധം കയറുക. നേരെ മറിച്ച് വെള്ളിയാഴ്ച വന്നിട്ട് ആ ബോധത്തിൽ നിന്ന് പിന്മാറിയാൽ ലയുളയ്യിഖുൽ ഐശ എന്നാണ്. ഓരോ വെള്ളിയാഴ്ചയും ഓരോ സന്ദേശമാണ് നൽകാറുള്ളത്. ഇത് വളരെ കൃത്യമായി നോട്ട് ചെയ്യേണ്ട ഒരു ഭാഗമാണ്. വെള്ളിയാഴ്ച വന്നു, എന്നിട്ട് ആ വെള്ളിയാഴ്ചയുടെ മഹത്വം അറിയാതെയോ അറിഞ്ഞിട്ടും ഉൾക്കൊള്ളാതെയോ മുഖം തിരിച്ചാൽ ലയുളയ്യിഖുൽ ഐശ എന്നാണ്. അവന്റെ ജീവിതം അല്ലാഹു വളരെ കുടുസാക്കും, ദുസ്സഹമാക്കി തീരുമെന്നാണ്. ഞാൻ പലപ്പോഴും ഈ വാക്ക് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് പ്രവാസികളെ കുറിച്ച് ഓർക്കാറുണ്ട്. പ്രവാസികളിൽ എല്ലാവരും അല്ല, പല ആളുകളും അവർക്ക് ലീവുള്ളത് വെള്ളിയാഴ്ചയാണ്. ഓഫീസില്, സ്ഥാപനങ്ങളില്, ഞാൻ ഉള്ള കാലത്ത് ഇപ്പോഴും അങ്ങനെ തന്നെ കുറെ വെള്ളിയാഴ്ചകളിൽ ലീവ് കൊടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ ചെറുപ്പക്കാരെന്താ ചെയ്യാന്ന് വെച്ചാല് വെള്ളിയാഴ്ച ഫുള്ളായിട്ട് സിനിമ ആണ് റൂമിലിരുന്നിട്ട്. ഇപ്പൊ മൊബൈലല്ലേ, എല്ലാരും കൂടിയിട്ട് സിനിമ ആണ്. അങ്ങനെ ഉറക്കൊഴിച്ച് അവസാനം സുബഹിയുടെ 1.5 മണിക്കൂർ 2 മണിക്കൂർ, ചില ആളുകൾ അരമണിക്കൂർ മുമ്പൊക്കെ ഉറങ്ങും. വെള്ളിയാഴ്ചയാണ്, സുബഹിക്ക് എണീക്കൂല. ജുമുഅക്ക് വരുന്നവര് വരല് ഇഖാമത്ത് കൊടുക്കാൻ നേരത്താണ്. അങ്ങനെ ഞാൻ പരിചയപ്പെട്ട കുറെ ആളുകളെ പിന്നീട് ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും വാതിനൊക്കെ പോകുമ്പോൾ കാണും. ജീവിതം മുഴുവനും ദുസ്സഹമായിരിക്കും, കടന്നറിഞ്ഞിട്ട് ആത്മഹത്യയുടെ വക്കിലായിരിക്കും. അവക ഞാൻ ഈ വാക്കുകൾ ഓർത്തു പോകും. വെള്ളിയാഴ്ചയുടെ മഹത്വത്തിന് തൊട്ട് ആരെങ്കിലും മുഖം തിരിച്ചാൽ ലയുളയ്യിഖുൽ ഐശ, അവന്റെ ജീവിതത്തെ അള്ളാഹു കുടുസാക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ തഖ്വ. ഖുർആൻ വമൻ യുഅല്ലിം ശആഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ് എന്നാണ്. ചില വ്യക്തികളെ, ചില സ്ഥലത്തെ, ചില സമയത്തെ, ചില സാധനങ്ങളെ ഇതൊക്കെ ബഹുമാനിച്ചാൽ പെട്ടെന്ന് ഈമാൻ അടിച്ചു കയറും. ബിശ്ർ എന്നൊരു ചെറുപ്പക്കാരുണ്ടായിരുന്നു ചരിത്രത്തിൽ. കൊള്ള സംഘത്തിന്റെ തലവനായിരുന്നു, നാട് കണ്ട വലിയ തമ്മാടിയായിരുന്നു. പക്ഷെ ഇന്ന് റളിയല്ലാഹു അൻഹു ചൊല്ലിയിട്ടാണ് നമ്മളൊക്കെ പേര് പറയല്. വലിയ മഹാനാണ്. അതിന് ചില മഹാന്മാർ കാരണം പറയണത് എന്താ അറിയോ? അയാൾ അടി കൂടിയിട്ട് ഒരിക്കലും ഇങ്ങനെ നടക്കുകയാണ്, റൗഡിയാണ്. അടി കൂടി ഇങ്ങനെ നടക്കുമ്പോ വഴിയോരത്തൊരു പേപ്പർ കണ്ടു, അത് ചളിയിൽ പൂണ്ട് എടുക്കുകയാണ്. എടുത്ത് നോക്കിയപ്പോ അതിൽ അള്ളാഹ് എന്നുള്ള ഇസ്മ എഴുതപ്പെട്ടിട്ടുണ്ട്. അള്ളാഹ് എന്ന ഇസ്മ എഴുതപ്പെട്ടൊരു പേപ്പർ ചളിയില്. അപ്പൊ ഈ തമ്മാടിയായ ചെറുപ്പക്കാരൻ, ഞാൻ വളരെ മോശമാണ്, പക്ഷെ അള്ളാഹ് സാറല്ലേ, അപ്പൊ അള്ളാഹിന്റെ ഇസ്മ എഴുതപ്പെട്ടൊരു പേപ്പർ ചളിയിൽ കിടക്കേണ്ടതല്ലോ എന്ന് ചിന്തിച്ചു. അതൊരു ബഹുമാനാണ്. ആ പേപ്പർ നേരെ കൊണ്ടുപോയിട്ട് അതിലെ ചളിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ 3 ദിർഹം മൂപ്പരെടുത്തിട്ടുണ്ടായിരുന്നു. അതേറ്റ് പോയിട്ട് അത്തറ് വാങ്ങി. എന്നിട്ട് ആ അത്തറ് ഈ പേപ്പറിൽ ശരിക്ക് പുരട്ടി നല്ല വൃത്തിയാക്കിയതിനു ശേഷം മുത്തി. എന്നിട്ട് വീടിന്റെ മുകളില് അന്നത്തെ ഒരു ഷോക്കേസിൽ കൊണ്ടുപോയി വെച്ചു. കാരണം ഇത് ചളിയിലല്ലേ കിടക്കേണ്ടത്, ഇത് കിടക്കേണ്ട ഇവിടെയാണ്. അങ്ങനെ അതിന്റെ അടിയിൽ കിടന്നുറങ്ങി. അപ്പോ കിനാവിലൊരു വിളിയാളം, നീ എന്റെ ഇസ്മ ആദരിച്ചതുപോലെ നിന്നെ ആദരിക്കാൻ ഞാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ്. നീച്ചതോടുകൂടി ഹൃദയത്തിൽ മാറ്റത്തിന്റെ മാറ്റൊലി മുഴങ്ങി, വ്യത്യസ്ത ചിന്തകൾ മിന്നിമാറി വന്നു. എനിക്കൊന്ന് നന്നാവണമെന്ന വിമോചനത്തിന്റെ പടഹധ്വനി ഹൃദയാന്തരങ്ങളിൽ മുഴങ്ങാൻ തുടങ്ങി. നേരെ പള്ളി കയറി കരഞ്ഞു തോപ ചെയ്തു. ആ ആളിന്ന്
ലക്ഷക്കണക്കിന് മഹാന്മാരുടെ ആത്മീയ ഗുരുവാണ് റളിയല്ലാഹു അൻഹു. എന്താ കാരണം? അള്ളാന്റെ പേരിനെ ബഹുമാനിച്ചതാ. അള്ളാന്റെ പേരിനെ ബഹുമാനിക്കുക, പള്ളിയെ ബഹുമാനിക്കുക, വെള്ളിയാഴ്ചയെ ബഹുമാനിക്കുക, മുസ്ഹാഫിനെ ബഹുമാനിക്കുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈമാൻ അള്ളാഹു അവസാനം തരാൻ തക്ക കാരണമാണ്. ചില കാഫിര്യങ്ങൾക്ക് വരെ അവസാനത്തിൽ അള്ളാഹു ഷഹാദത്തിന്റെ ടച്ച് കൊടുക്കുന്ന ഞാൻ ചരിത്രങ്ങൾ കുറെ വായിച്ചിട്ടുണ്ട്. ഒരു ജൂതനായ മനുഷ്യൻ മരിച്ചുപോയി. അയാള് മരിച്ചപ്പോ അയാൾ അയൽവാസി ഇയാളെ കിനാവ് കാണാണ് സ്വർഗത്തിലായിട്ട്. ജൂതൻ സ്വർഗത്ത് പോകില്ലല്ലോ. അപ്പൊ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, എന്റെ വിശ്വാസത്തിൽ ഈ നരകത്തിലെ ജൂതനല്ലേ, പിന്നെ എങ്ങനെ ആ സ്വർഗത്തിലെത്തിയെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞ മറുപടി എന്താ അറിയോ? കിനാവാണ്, ഫിഖിയായ തെളിവൊന്നല്ല, എന്നാലും ആശ്വാസത്തിന് വേണ്ടി കേൾക്കാം, അതിൽ മെസ്സേജ് ശരിയാണ്. അയാൾ പറഞ്ഞു, ഞങ്ങളെ നോട്ടത്തിൽ ജൂതനായി ജൂതന്റെ കുടുംബത്തിൽ ജീവിച്ചു, ജൂതനായി മരിച്ചു, സംഗതിയൊക്കെ ഓക്കെയാണ്. പക്ഷെ അതിനിടയിൽ ഞാനൊരു സംഗതി ചെയ്തിട്ടുണ്ട്. എന്താ? എന്റെ മോന് റമളാന്റെ പകല് പത്തിരി എന്നാണ് ടൗണിൽ വെച്ചിട്ട്. ഞാൻ വീട്ടിൽ വന്നപ്പോ ചെറ്റക്കൊന്ന് കൊടുത്തു, എന്റെ കർണക്കുറ്റിക്കൊന്ന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് റമളാനാണ്, മാപ്പിളാരെ ബഹുമാനിക്കണ മാസാണ്, മുഹമ്മദീയരുടെ ആദരവിന്റെ സമയങ്ങളാണ്. അവര് പകലൊന്നും തിന്നൂല കുടിക്കൂല. ആ സമയത്ത് അവരെ മുമ്പിൽ വെച്ചിട്ട് ഈ തിന്നണത് ശരിയല്ല, നമ്മളും ബഹുമാനിക്കണം. ഇനി മേലാൽ പരസ്യമായിട്ട് ഈ ഭക്ഷണം കഴിച്ചാൽ പൊരയിക്കാൻ പറ്റൂല. അയാൾ പറയാ, ഒറ്റ കാരണം കൊണ്ട് അവസാന ശ്വാസ സമയത്ത് പടച്ചോൻ എനിക്ക് ഷഹാദത്ത് തന്നിട്ടുണ്ട്. ഞാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നൊക്കെ ചൊല്ലി അവസാനം കലിമയും ചൊല്ലിയിട്ടാണ് ഞാൻ മരിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. എന്തേ കാര്യം? റമളാനെ ബഹുമാനിച്ചാണ്. ചില ആൾക്കാർ പറയുന്നുണ്ട് ഗാന്ധിജി സ്വർഗത്തിലാണ്. ഗാന്ധിജി സ്വർഗത്തിലാണോ നരകത്തിലാണോ ഒന്നും പറയാൻ ആർക്കും അധികാരമില്ല. ഒരാള് പേരിട്ടിട്ട് ഇന്നയാള് നരകത്തിലാണ്, മറ്റാള് സ്വർഗത്തിലാണ്, ഇതൊന്നും പറയാൻ ആരെ കയ്യിലും അള്ളാഹു അധികാരത്തിന് താക്കോലൊന്നും കൊടുത്തിട്ടില്ല. കാഫർ നരകത്തിലാണ്. പക്ഷെ ആരൊക്കെ കാഫറായിട്ട് മരിച്ചു, പള്ളിക്കാട്ടിൽ കിടക്കണവരൊക്കെ സ്വർഗത്തിലാണെന്നും അമ്പലവളപ്പിൽ കിടക്കുന്ന മുഴുവൻ ആളുകളും നരകത്തിലാണെന്നൊന്നും അസന്നിഗ്ധമായിട്ട് പറയാൻ ആരെ കയ്യിലും പ്രാമാണിക അധികാരമില്ല. പക്ഷെ കാഫർ നരകത്തിലാണ്. അന്ത്യശ്വാസം ആരുടേത് എങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല. നമ്മളൊക്കെ അള്ളാഹു മുഅ്മിനായി ജീവിപ്പിച്ച് മുഅ്മിനായി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു തആല ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ എന്താ പറഞ്ഞ ഈ താലീമാണ് അള്ളാഹിന്റെ ചിഹ്നങ്ങളെ. ചിഹ്നം എന്ന് പറഞ്ഞാൽ പടച്ചോനിങ്ങനെ വേറെ ചിഹ്നമൊന്നുമില്ലല്ലോ. അള്ളാഹു അള്ളാഹു ആദരിച്ചതിനൊക്കെ ആദരിക്കുക. അള്ളാഹു അങ്ങേയറ്റം ആദരിച്ച ഒരു സമയമാണ് വെള്ളിയാഴ്ച. അതുകൊണ്ട് കളിച്ചാൽ ഈമാൻ ഊരപ്പെടും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ പള്ളി അള്ളാഹുവിന്റെ ചിഹ്നല്ലേ. ആ പള്ളി ആദരിച്ചാൽ അർശന്റെ തണലുണ്ട് എന്നല്ലേ. അർശന്റെ 7 വിഭാഗം ആളുകളിൽ ഒരാൾ അവരാണ്. ഒരാള് മുഅല്ലഖ് എന്നൊക്കെ പറഞ്ഞാൽ കെട്ടിടുക എന്നതിന്റെ അർത്ഥം. കേവല ബന്ധത്തിന് മുതഅല്ലിഖ് എന്നാണ് അറബി പറയാ. മുഅല്ലഖ് എന്ന് പറഞ്ഞാൽ ബൾബ് ഇങ്ങനെ കെട്ടിടുന്നതിനാണ് മുഅല്ലഖ് എന്ന് പറയാ. എന്താണ് ആ പ്രയോഗമൊക്കെ? ഒറജുലുൻ, അർശന്റെ തണല് കിട്ടുന്നത് ഒരു മനുഷ്യൻ. അത് ആണാവാ, ചിലപ്പം പെണ്ണാവാ. പെണ്ണ് പള്ളി കൽബുഹു എന്ന് പറഞ്ഞു, പൊരയിലിരുന്നിട്ട് കൽബോണ്ട് പള്ളി ഉണ്ടായാൽ മതി. ഒറജുലുൻ കൽബുഹു, ഓന്റെ കൽബ് മുഅല്ലഖും ബിൽ മസ്ജിദി, പടച്ചോന്റെ പള്ളിയിൽ കെട്ടിട്ടതാണ്. സംഗതി ആള് പുറത്താണ്, പക്ഷെ കൽബൊക്കെ പള്ളിയിലാണ്. ഇങ്ങനത്തെ എത്ര ആളുകളെ ഞാൻ കണ്ടിട്ട് കാര്യമുള്ളത്. അസുഖമായിട്ട് കിടക്കണേക്കാരം, പക്ഷെ പള്ളിയാണേക്കാരം. അങ്ങോട്ടല്ലോ പോകാൻ പറ്റണില്ലല്ലോ, പോകാൻ പറ്റണില്ലല്ലോ. അള്ളാഹു വലിയ തോഫീക്കാണ്. റഷീദ്ക്ക വന്ന് കൈ പിടിച്ചപ്പോ ഞാൻ ചോദിച്ചു എപ്പോഴാ വന്നതെന്ന് ചോദിച്ചു. ഇപ്പൊ അരമണിക്കൂറായിട്ടുള്ളൂ. അൽഹംദുലില്ലാ. ഗൾഫിൽ നിന്ന് വന്നിട്ട് അരമണിക്കൂറിനുള്ളിൽ പള്ളിയിലെത്തുക എന്ന് പറഞ്ഞാല് അതൊരു ഹൃദയബന്ധത്തിന്റെ ലക്ഷണമാണ്. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ, അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. ആർക്കാ ഗൾഫിൽ നിന്ന് വന്നിട്ട് അരമണിക്കൂർ കൊണ്ട് പള്ളിയിലെത്താൻ പറ്റുക? വേഗം പോവച്ചു പൊടി കിടക്കുന്നല്ലാതെ. ഗൾഫിൽ നിന്ന് വന്ന ഉടനെ കിടത്തുണ്ട്. അത് സ്വർഗീയ അനുഭൂതിയുടെ കിടത്താണ്. വന്ന ഉടനെ ആ കിടത്തോ. പള്ളിയൊന്നും ഓർമ്മ ഉണ്ടാവില്ല ആർക്കും. അത് മാതൃക. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട അത്തിപറ്റസ്ഥായ ഗൾഫിൽ നിന്ന് വരുമ്പോഴേ നല്ല ചെറുപ്പക്കാരനായ ചൊങ്കനായ കാലത്ത് തന്നെ ഗൾഫിൽ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് പൊരന്റെ മുമ്പ് കൂടിയാണ് പള്ളി പോവുക. ആദ്യം വീടാണ്, പിന്നെയാണ് പള്ളി. അവിടെ ഇറങ്ങിയിട്ട് പള്ളിക്ക് റോഡില്ലാത്ത കാലത്ത് തന്നെ പൊരന്റെ മുമ്പ് കൂടി പോകുമ്പോ നേരെ പൊരന്റെ അടുത്ത് നോക്കിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയും. അവിടെ കയറൂല, നേരെ പള്ളി പോകും. അവിടുന്ന് 2 റക്അത്ത് നിസ്കരിക്കും. മുത്തഅല്ലിമീങ്ങളെ ഉസ്താദിനൊക്കെ കണ്ട് അവരോടൊക്കെ സന്തോഷം പറഞ്ഞ് പിന്നെ പരീക്ഷ. സുബ്ഹാനല്ലാഹ്.
ഹൃദയത്തിനൊരു ബന്ധം ഉണ്ടാവുക തന്നെയാണ്. ആണല്ലോ വെള്ളിയാഴ്ച പള്ളിക്ക് വേഗം വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പഴയകാല തലമുറട്ടോ, ഇപ്പോഴത്തെ അവസ്ഥയല്ല ഞാൻ പറയണത്. വെള്ളിയാഴ്ച കണ്ടായാല് അവരുടെ വീട്ടിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു 10 മണിന്റെ മുമ്പൊക്കെ സഹാബാക്കൾ പള്ളിയിൽ പോയിരുന്നത് വെള്ളിയാഴ്ച ചൂട്ട് പിടിച്ചിട്ടാണ്. ഇങ്ങനെ സഹാബാക്കൾ വെള്ളിയാഴ്ച പള്ളി പോയിരുന്നത് ചൂട്ട് മിന്നിട്ടാണ്. കാരണം സൂര്യ ഉദിക്കാൻ കാത്തിക്കൂല, ആൾക്കാർ പള്ളിയിലെത്തിയിട്ടുണ്ടാവും. അടച്ചോനെ ഇപ്പൊ ഇക്കാമത്ത് കൊടുക്കാൻ നേരത്തെ കാലം വരുന്നുണ്ട് അവിടുന്ന് പോലെ. ഭാഗ്യക്കേടാണ്, ഒരു സംശയമില്ല. ഹയ്യാൽ അസ്സലാന്ന് വിളി കേൾക്കാൻ വരെ പുറത്ത് കാത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭാഗ്യക്കേട. ചിലര് വന്നിട്ടുണ്ടാവും, പക്ഷെ പുറത്ത് അവിടെ ഉണ്ട് ഒരു ചാരുകസേര ഇട്ടിട്ട്. ഇട്ടൊരു നല്ലതിനിട്ടതാണ്, പക്ഷെ കുറെ ആൾക്കാർ ഇപ്പൊ സ്വറ പറയാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക. അവിടെ വന്നിരിക്കുക, എന്നിട്ട് ഇങ്ങനെ കാൽമക്കാലം കയറ്റിയിട്ട് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും അല്ല, അല്ല പള്ളിയിലൊന്നും നിസ്കരിക്കുന്ന നല്ല മനുഷ്യന്മാരൊക്കെ അവിടെ ഇരിക്കേണ്ടതല്ല. അവിടെ ഇരിക്കാനായിട്ട് പള്ളിയിൽ കയറാത്ത കുറച്ച് ആൾക്കാരും വരുന്നുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ആ കസേര അവിടെ നിന്ന് എടുത്തിട്ടാലോ. പള്ളിയിൽ കയറൂല, ഇവിടെ ഇരിക്കാനാ. കാരണം അവിടെ സ്വറ പറയാൻ പറ്റുന്ന ഒരു കസേര ഉണ്ട്, അതന്നെ അതിന് വേണ്ടിയിട്ട് വരുന്നവരുണ്ട്. അങ്ങനെ കാണുമ്പോൾ എനിക്ക് തോന്നും പഠിച്ചോന്നെ ഇതൊന്നും എങ്ങനെയെങ്കിലും വേറെ എവിടെക്കെങ്കിലും മാറ്റിയാലോ. കാരണം ഓല് വരുന്നത് പള്ളിയൊക്കെയല്ല, സ്വറ പറയാനാ. സ്വറ പറയാനുള്ളത് പള്ളിന് മുറ്റല്ല, അത് പറയാണ്, അത് പള്ളിന് മുറ്റത്ത് പറ്റില്ല. ഇങ്ങനെ കുറെ കാട്ടിക്കൂട്ടി. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ആ കൂട്ടത്തിൽ പെട്ടാണ് വെള്ളിയാഴ്ച വളരെ സൂക്ഷിക്കണം. പ്രധാനപ്പെട്ടത് സൂറത്തുൽ കഹ്ഫ്, അതിനോളം അതിലേറെ അതുപോലെ പ്രധാനപ്പെട്ട സ്വലാത്ത്. ഇത് രണ്ടും കൈമുതലാക്കിയാൽ അവൻ അവസാന സമയത്ത് പ്രസന്ന ഭാവത്തോടെ ചിരിച്ചുകൊണ്ടാണ് മരിക്കുക. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. സ്വലാത്ത് അധികരിപ്പിച്ചാൽ കൽബും ഖബറും പ്രകാശിക്കും. അതാണ്, കൽബും പ്രകാശിക്കും, ഖബറും പ്രകാശിക്കും. സ്വലാത്ത് അധികരിപ്പിച്ചാൽ പ്രകാശമുള്ള കൽബിനെയാണ് മണ്ണുക്ക് താഴ്ത്തണമെങ്കിൽ നമ്മൾ കൈയിടലോടുകൂടി അവിടെ പ്രകാശമായി. ഖബറിലെ പ്രകാശം നമ്മൾ ഇവിടുന്നാണ്ട് കൊണ്ടുപോകണം, അവിടെ ഇല്ല. നാട്ടുകാരുണ്ടാക്കണ ഇരുട്ടുള്ള ഖബറാണ്. നാട്ടുകാർക്ക് അതേ കഴിയുള്ളൂ. കുടുസായ ഇരുട്ടായ മണ്ണുകൊണ്ടുള്ള ഭീകരമായ ഒരു താവളം, ഒരു മാളമാണ് ഉണ്ടാക്കി തരുന്നത്. അതേ കമ്മിറ്റിക്കാർക്കും നാട്ടുകാർക്കും കഴിയുള്ളൂ. ഇനി അതിൻ്റെ ഉള്ളിലെ ലൈറ്റ് ഇവിടുന്ന് ഉണ്ടാക്കി പോണം. അതേതാ ലൈറ്റ്? കൽബിൽ ഇങ്ങനെ ഈമാന്റെ പ്രകാശം ഉണ്ടെങ്കിൽ ഇതാണ്ട് വെക്കലോടുകൂടി ഖബറങ്ങട്ട് വിശാലാവും, ഖബറങ്ങട്ട് പ്രകാശാവും. നവ്വറല്ലാഹു ഖൽബഹു വനവ്വറല്ലാഹു ഖബറഹു വനവ്വറല്ലാഹു അമലഹു വനവ്വറല്ലാഹു ഈമാനഹു വനവ്വറല്ലാഹു ഹയാതഹു വനവ്വറല്ലാഹു മാലഹു വനവ്വറല്ലാഹു വലദഹു വനവ്വറല്ലാഹു സമാനാ. ഖൽബും ഖബറും സമയവും സമ്പത്തും സന്താനങ്ങളും ഐശ്വര്യപൂർണമാവുകയും ഖബറിലേക്ക് വെക്കപ്പെടലോട് അവന്റെ ഖബർ പ്രകാശമയമാവുകയും ചെയ്യും. സ്വലാത്തിന്റെ ആള് അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. സൂറത്തുൽ കഹ്ഫിന്റെ ആരംഭത്തിലുള്ള 10 ആയത്ത് ആരെങ്കിലും മനഃപ്പാഠമാക്കിയാൽ അവൻ ഉസിമ ഫിത്നത ദജ്ജാൽ, ദജ്ജാലിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് മോചിതനാണ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യൽ വെള്ളിയാഴ്ചയിൽ പ്രത്യേകിച്ച് പതിവാക്കിയാൽ അവൻ ചിരിച്ചുകൊണ്ട് മരിക്കും. ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. ഇതൊക്കെ ഓർമ്മയിലേക്ക് കോരിയിട്ട് തരികയാണ് അള്ളാഹു. അതൊക്കെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ കൈമുതലാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും ഒരു കാര്യം എല്ലാവരും തീരുമാനിക്കുക, വെള്ളിയാഴ്ച വന്നു പോകുമ്പോൾ ഇത് വെള്ളിയാഴ്ചയാണ് എന്നൊരു തിരിച്ചറിവ് നഷ്ടപ്പെടുന്നതിനെ തൊട്ട് നമ്മുടെ ഹൃദയം മാറണം. അല്ലെങ്കിലോ വെള്ളിയാഴ്ചയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ചില കിതാബിലൊക്കെ കാണാം വെള്ളിയാഴ്ച വന്നിട്ടും ആരെങ്കിലും അത് അറിഞ്ഞിട്ട് ഹറാം ചെയ്താൽ ഈമാൻ ഉരപ്പെടുന്നതാണ്. ആ നിലക്ക് പരിയിലൊക്കെ നടക്കണ സിനിമയും കുട്ടികളെ കയ്യിലൊക്കെ ഇപ്പൊ ഇതന്നെയല്ലേ ഇപ്പൊ സാധനങ്ങൾ ഇതിന്റെ ഉള്ളിലാണ്ട് വെച്ചിട്ട് നെക്കിയിട്ട് കാണുന്നത് മൊത്തം ഹറാം. പരിഹാസം, ഗീബത്ത്, നമീമത്ത്, ഫിത്ന, ഫസാദ്. ഹൈറുകൾ പരസ്പരം കൈമാറുന്നതിൽ ആർക്കും താല്പര്യമില്ലല്ലോ. ഒരു മൂലയില് വാഴവരുമ്പോ ഒരുപാട് നല്ല കാര്യമുണ്ട്, അതൊന്നും ആരും കൈമാറില്ല. എന്തോ ഒരു തമാശ പറഞ്ഞാൽ അത് കണ്ട് ക്ലിപ്പാക്കിയിട്ട് പിന്നെ ട്രോൾ ചെയ്യാണ്. അത് പിന്നെ തൊപ്പിട്ടോരും നിക്കാരത്തെ പിള്ളേരൊക്കെ അങ്ങനെ കൈമാറുകയാണ്. എത്രയാണ് ഈമാൻ ഡിലീറ്റ് ആയി പോണ കാര്യങ്ങള്. അള്ളാഹു കാത്ത് ഇങ്ങനത്തെ ഒരു സമാൻ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പല ആളുകളും നാളെ മൊബൈൽ കൊണ്ട് നരകത്ത് പോകുന്ന എനിക്ക് ഉറപ്പാണ്. മൊബൈൽ ഉപയോഗിക്കണതിൽ ലക്ഷക്കണക്കിന് ആളുകൾ നരകത്ത് പോകും. കാരണം ആ നൽകോപയോഗം വ്യക്തിത്വം ഹത്യ ചെയ്യുക, മനുഷ്യനെ താറുമാറാക്കുക, നാണം കെടുത്തുക, ഒരാളെ മാനത്തിൽ കൈവെക്കുക, ഒരാളെ പേഴ്സണാലിറ്റിയെ തകർക്കുക. ഇനി നരകത്ത് പോകാൻ എന്തെങ്കിലും വേണോ? പള്ളിയിലൊന്നും സ്കിച്ചിട്ട് കാര്യമുണ്ടോ?
അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ സമാനില് തീക്കണലിന്റെ മുകളിൽ ചവിട്ടി നിൽക്കുന്ന മനുഷ്യന്റെ പ്രയാസമാണ് അന്ത്യകാലത്ത് ഈമാൻ നിലനിർത്താൻ ഇന്ന് നബിയുനാ റസൂലുള്ളാഹി. അത് ഇക്കാലാണ്, വേറൊരു കാലമല്ല, ഇക്കാലാണ്. അതാണ് അള്ളാഹു ആ സമയത്ത് ഈമാൻ നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ദർസിൽ പഠിക്കുന്ന ജ്യേഷ്ഠൻ അഞ്ചൻ 2 കുട്ടികളെ വകയാണ് ചായയും കടിയും. ഒരു ഉമ്മാക്ക് സുവല്യ, പാപ്പാക്ക് ജോലിയിൽ ഹൈറ് കിട്ടണം എന്നാണ് പറഞ്ഞത്. അജ്മലിന് ഷാമിലിന് ജ്യേഷ്ഠനും അഞ്ചനാണ്. 2 ഒരേ വീട്ടിലാണ് ഭക്ഷണം. അല്ലാഹു തആല കുട്ടികളെ ഉമ്മാക്ക് ശമനം പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ ആമീൻ പറയും നന്നായിട്ട്. നമ്മളത് ഇന്നലെ കണ്ടില്ലേ, എന്നിട്ട് വളരെ ബന്ധമുള്ള കണ്ണൂരുകാരനായ ഒരു കുട്ടി വിളിച്ചു കരഞ്ഞു, ഉസ്താദെ ഭാര്യ ഹോസ്പിറ്റലാണ്, ഗർഭപാത്രം വികസിക്കണില്ല, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്നതുമായിരുന്നു, ഗർഭപാത്രം വികസിക്കാനുള്ള ഒരു ദിക്റും ഞാൻ ചൊല്ലി, നിങ്ങൾ ഇന്നലെ കേട്ടിട്ടുണ്ടാവും. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ സുഖമായിട്ട് പ്രസവിച്ച്. അങ്ങനെ സാഹസിലുള്ളതുമായാണ് ഈ ഷഫീഖൊക്കെ അറിയാം. സാഹസിലുള്ളതുമായാണ്, അള്ളാഹു തട്ടൂല. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ഉമ്മാക്ക് ശമനം ചെയ്യട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട റഷീദ് വന്നു, അദ്ദേഹത്തിന് തലക്ക് സഞ്ചാരമായിട്ടാണെന്ന് പറഞ്ഞു. അള്ളാഹു തആല സലാമത്തായി കൊടുക്കട്ടെ, ഷിഫായി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആമുട്ടിയൊക്കെ കഠിനമായ വേദന ഉണ്ട് എന്ന് പറഞ്ഞു. എവിടെയെന്ന് ഞാൻ ചോദിക്കാൻ നിന്നിട്ടില്ല, കാരണം ഇക്കാമത്ത് കൊടുത്തിരുന്നു. അപ്പൊ മൂപ്പരോട് വേദന എവിടെയെന്ന് വെച്ചാൽ പിന്നെ മൂപ്പരെ വിശദീകരണം നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇവിടെ നിസ്കാരത്തിന് സമയം, അതുകൊണ്ട് വേദന ഉണ്ടെന്നേ അറിഞ്ഞിട്ടുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയാണെങ്കിലും ആ വേദന അള്ളാഹു തആല മാറ്റി കൊടുക്കട്ടെ. അതുപോലെ കടച്ചിലും പൊളച്ചിലൊക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ട്, കുടുംബത്തിൽ വേദനകളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹു സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. സെയ്ദിൽ വേജിന്റെ ആരോ ഹോസ്പിറ്റലിൽ എന്നോട് ഇന്നലെ പറഞ്ഞാണ്, ഇളയച്ചോ ആരോ എങ്ങനെ എന്തോ പ്രയാസമായിട്ട്, അള്ളാഹു സലാമത്തായി കൊടുക്കട്ടെ. പടച്ചോ നമ്മൾ അസഹ്യമായ വേദനകളിൽ നിന്നും കഠിന പരീക്ഷണങ്ങളിൽ നിന്നും സഹിക്കാൻ കഴിയാത്ത പ്രയാസങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇരുത്തുന്ന ആൾ അവന്റെ പൊരുത്തത്തിന് നിമിത്തമായി സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു ചെറിയ ദുആ ബഹുമാനപ്പെട്ട ഇസ്രാ ഷഫീ നടത്തും. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم اوصل مثل ثواب ما قرأناه من القرآن العظيم وما صليناه وسلمناه هذه هدية واصلة ورحمة نازلة وبركة شاملة. أولا إلى حضرة حبيبك المصطفى محمد صلى الله عليه وسلم. اللهم إلى حضرات أرواح الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. اللهم إلى حضرات أولاد رسول الله صلى الله عليه وسلم وإلى حضرات أصحاب البدرين والهدين كلهم أجمعين. اللهم إلى حضرات أزواج الطاهرات أمهات المؤمنين وإلى حضرة من دفنوا حوالينا في هذه المحلة وفي هذه القرية يا رب العالمين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وعزا على عزهم لديك يا رب العالمين. اللهم بارك لنا في كل أمورنا وفي مجلسنا هذا يا رب العالمين. اللهم اجعل نصيحتنا نصيحة مؤثرة في قلوبنا وفي قلوب السامعين. اللهم طعمنا طعم من أطعمنا واسقنا واسق من سقانا من طعام الجنة وشرابها يا رب العالمين. اللهم أحينا على الكتاب والسنة وامتنا مع الإيمان والتوبة في ليلة الجمعة أو في نهارها يا رب العالمين. اللهم انصر أمة سيدنا محمد صلى الله عليه وسلم ورحمة سيدنا محمد صلى الله عليه وسلم. اللهم تجاوز عن أمة سيدنا محمد صلى الله عليه وسلم. جعلنا بمحل فضلك من خيار أمته ومن محبيه يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا أفرغ علينا صبرا وثبت أقدامنا
وانصرنا على القوم الكافرين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين.